ഞാൻ ഒരു 40ഓളം അഡ്വർടൈസ്മെന്റ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ദൂരദർശന് വേണ്ടിയിട്ട് വളരെ മുമ്പാണ്, അതല്ലാതെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് ഫിലിംസിൻ്റെ മേഖലയിൽ നിന്ന് നമ്മൾ ഈ സിനിമയിലേക്ക് എത്തിച്ചേരുകയാണ്. ഏകദേശം കഥാപാത്രങ്ങളും പിന്നെ നമുക്ക് പെർഫോം ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഏത് മീറ്ററിൽ കളിച്ചാൽ നമുക്ക് എൻജോയബിൾ ആയിരിക്കും. നോർമൽ വ്യൂവറിന് ഇപ്പോൾ അൽതാഫ് സലീം വരുന്നു, അതുമല്ലെങ്കിൽ പിന്നെ ജോണി ആൻ്റണി വരുന്നു, അല്ലെങ്കിൽ ജാഫ്രിക്ക വരുന്നു, പാഷാണം ഷാജി വരുന്നു, അതേപോലെ സുധീഷ് ഏട്ടൻ വരുന്നു, നിർമ്മൽ വരുന്നു. ഇവരെല്ലാം തന്നെ നമ്മുടെ അഞ്ജന അപ്പുക്കുട്ടൻ, ഇവരെല്ലാം തന്നെ കോമഡി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ സനയൊന്നും പാരൽ കോളേജ് കണ്ടിട്ടുണ്ടാവില്ല ഇല്ലേ? ഇപ്പം നമ്മൾ ആകെ കാണുന്നത് എന്താണ്? ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ കാണുന്നുണ്ട്. പല 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 പേരുള്ള എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ അല്ലാതെ ഒരു ട്യൂഷൻ സെന്റർ പോലും പ്രത്യേകിച്ച് ഇപ്പോൾ കാണാനില്ല. അപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പാരൽ കോളേജുകൾ ഉണ്ടായിരുന്നു, ട്യൂട്ടോറിയൽ കോളേജുകൾ ഉണ്ടായിരുന്നു. ഈ ട്യൂഷൻ സെന്റേഴ്സ് തന്നെ വിപുലമാവുന്നതാണ് ട്യൂട്ടോറിയൽ കോളേജുകൾ. എഴുത്തിൻ്റെ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ കൂടി വിഷ്വൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആസ് എ ഡയറക്ടർ ഒരിക്കലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച 100% ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു മൂവി എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഡയറക്ടർ തീർന്നു. പിന്നെ എഴുതുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന സാധനം തന്നെയാണ് നമ്മൾ വിഷ്വൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ പോലും നമ്മളുടെ ഓർമ്മയിലുണ്ട് ഇത് ഇങ്ങനെ ആവണം, ഇവരിങ്ങനെയായിരിക്കും ചെയ്യുക, അയാൾ അങ്ങനെ പറയുമ്പോഴേക്കും മറ്റൊന്ന് ചാടി വീഴണം എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഡയറക്റ്റ് ചെയ്യാൻ ഈസിയാണ് നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ. ഹലോ എവ്രിവൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്ന സിനിമയുടെ ഡയറക്ടറാണ് ഇന്ന് നമ്മളൊപ്പം ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. വലിയൊരു വിശേഷം വരാമാണ്. സിനിമ വലിയ സന്തോഷം ഉള്ള വിശേഷമാണ്. ഓണക്കാലത്ത് പ്രതിഭ ട്യൂട്ടോറിയൽസ് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഒരു ഫൺ കോമഡി മൂവി, അതിൻ്റെ ഒരു സന്തോഷം വേറെയുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്ന സിനിമയിലോട്ട് എത്തുന്നത്? ഞാൻ ആദ്യം ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ വന്നതാണ് പ്രദീപിൻ്റെയും ഭരതൻ്റെയും ട്യൂട്ടോറിയൽ കോളേജിൻ്റെ ഒരു കഥ. സുധീഷ് ഏട്ടനും നിർമ്മലും ടൈറ്റിൽ റോൾ ചെയ്തിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജിൻ്റെ കൺസെപ്റ്റാണ് പ്രതിഭ എന്ന് പറയുന്നത്. ഞാൻ ഒരു 40ഓളം അഡ്വർടൈസ്മെന്റ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ദൂരദർശന് വേണ്ടിയിട്ട് വളരെ മുമ്പാണ്, അതല്ലാതെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് ഫിലിംസിൻ്റെ മേഖലയിൽ നിന്ന് നമ്മൾ ഈ സിനിമയിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ ഇപ്പോൾ സാധാരണ സിനിമയുടെ കഥയും എഴുതിയത്, ഡയറക്ഷൻ ചെയ്തതും. അപ്പോൾ ഈ ഒരു കഥ എഴുതുമ്പോൾ നമുക്ക് ഇതിപ്പോ ഒരു എന്റർടൈൻമെന്റ് ആ ഒരു മോഡ് പിടിച്ചിട്ടാണല്ലോ പോകുന്നത്. തീർച്ചയായിട്ടും ഫുൾ ഓൺ ആയിട്ടുള്ള ഒരു കോമഡി മൂവിയാണല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഓഡിയൻസ് പ്രത്യേകിച്ച് കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാന്ന് പറയുന്നത് വലിയ ടാസ്ക് ആണ്. അപ്പൊ ആ കോമഡി എഴുതുമ്പോൾ സാർ എന്താണ് ചെയ്തത്? അത് വലിയൊരു ചാലഞ്ചാണല്ലോ കോമഡി എഴുതാന്ന് പറയുന്നത്. ഏകദേശം കഥാപാത്രങ്ങളും പിന്നെ നമുക്ക് പെർഫോം ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഏത് മീറ്ററിൽ കളിച്ചാൽ നമുക്ക് എൻജോയബിൾ ആയിരിക്കും. നോർമൽ വ്യൂവറിന് ഇപ്പൊ അൽതാഫ് സലീം വരുന്നു, അതുമല്ലെങ്കിൽ പിന്നെ ജോണി ആൻ്റണി വരുന്നു, അല്ലെങ്കിൽ ജാഫ്രിക്ക വരുന്നു, പാഷാണം ഷാജി വരുന്നു, അതേപോലെ സുധീഷ് ഏട്ടൻ വരുന്നു, നിർമ്മൽ വരുന്നു. ഇവരെല്ലാം തന്നെ നമ്മുടെ അഞ്ജന അപ്പുക്കുട്ടൻ, ഇവരെല്ലാം തന്നെ കോമഡി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഉള്ളൊരു സാധനം നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ട് ഒരു ടൈലർ മെയ്ഡ് സ്ക്രിപ്റ്റ്. അപ്പം ഞാൻ ഡയറക്ടർ ആയതുകൊണ്ട് ഇത്ര മണിക്കൂറിനുള്ളിൽ തീരുന്ന ഒരു സിനിമയാവണം എന്നുള്ളൊരു പ്ലാനിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പം വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു കഥയാണ്. നമുക്കൊരു സ്മാർട്ടായിട്ടുള്ളൊരു ഫ്ലോയാണ്. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കണ്ടാലും 50 വയസ്സുള്ള ഒരാൾ കണ്ടാലും കണക്റ്റഡ് ആവുന്ന, എന്നാൽ കോമഡി സിറ്റുവേഷനകത്തൂടെ പോകുന്ന ഫുൾ ഓൺ ആയിട്ടുള്ള ഒരു മൂവിയാണ് പ്രതിഭ ട്യൂട്ടോറിയൽസ്. അപ്പോൾ ഈ ഇപ്പൊ കഥ എഴുതുമ്പോൾ തന്നെ ഇപ്പൊ സുധീഷ് ഏട്ടൻ ഈ ക്യാരക്ടർ, ജാഫ്രിക്കക്ക് ഈ ക്യാരക്ടർ അങ്ങനെ ആലോചിച്ചതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഈ ടൈറ്റിൽ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ അത് സുധീഷ് ആയാൽ നന്നായിരിക്കും, പിന്നെ നിർമ്മലായാൽ നന്നായിരിക്കും, അപ്പോൾ സുധീഷ് ഏട്ടന് താടി വേണം, അല്ലെങ്കിൽ തലമുടി ഇങ്ങനെ ആവണം എന്നൊക്കെയുള്ള ചിന്ത നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതുതന്നെയാണ് ഞാൻ അവരോട് ആദ്യം പോയിട്ട് പറയുകയും ചെയ്യുന്നത്. പിന്നെ ഇപ്പം അവരൊക്കെ ഒരുപാട് സിനിമയിൽ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ പോലും അവർ പറഞ്ഞു സ്ക്രിപ്റ്റ് വേണം, സ്ക്രിപ്റ്റ് നോക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു സംഭവം രസമാണ്, കൊള്ളാം, ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്, കുറേ കാലമായി ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ട് എന്നാൽ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ കഥ എഴുതുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ട്യൂട്ടോറിയൽ കോളേജ് അതൊരു മെയിൻ എലമെന്റ് ആയിട്ട് എടുക്കാൻ കാരണം? ഇപ്പോൾ മോളുടെ പേരെന്താ? സന. അപ്പോൾ സനയൊന്നും പാരൽ കോളേജ് കണ്ടിട്ടുണ്ടാവില്ല ഇല്ലേ? ഇപ്പം നമ്മൾ ആകെ കാണുന്നത് എന്താണ്? ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ കാണുന്നുണ്ട്.
പല 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 പേരുള്ള എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ അല്ലാതെ ഒരു ട്യൂഷൻ സെന്റർ പോലും പ്രത്യേകിച്ച് ഇപ്പോൾ കാണാനില്ല. അപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പാരലൽ കോളേജുകൾ ഉണ്ടായിരുന്നു, ട്യൂട്ടോറിയൽ കോളേജുകൾ ഉണ്ടായിരുന്നു. ഈ ട്യൂഷൻ സെന്റേഴ്സ് തന്നെ വിപുലമാവുന്നതാണ് ട്യൂട്ടോറിയൽ കോളേജുകൾ. അപ്പോൾ അവിടെ കുറേ കുട്ടികളുണ്ടാവും, പിന്നെ കുറേ സാറന്മാരുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ രസകരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് പോകുക. നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള പല സിനിമകളിലും നമ്മൾ ഓലമേഞ്ഞ ഷെഡുകൾക്കകത്തൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഹൈ എൻഡ് ആയിട്ടുള്ള കോളേജുകളിൽ അങ്ങനത്തെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തയിൽ നിന്നാണ് പുതിയൊരു സാധനം കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ഇങ്ങനത്തെ ഒരു പാറ്റേണിലുള്ളൊരു സിനിമ വന്നിട്ടില്ല. പാരലൽ കോളേജ് എന്നൊക്കെ പറഞ്ഞ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ ഇപ്പം നമ്മളൊരു 10-20 വർഷമായിട്ട് ഇങ്ങനത്തെ ഒരു പാറ്റേണിലുള്ള സാധനം വന്നിട്ടില്ല. അപ്പോൾ അതൊരു രസകരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനം. അപ്പോൾ എങ്ങനെയായാലും എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ 200 രൂപ നമ്മൾ തിയേറ്ററിൽ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നല്ലത് കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മൾ. അത്തരത്തിൽ ആൾക്കാർക്ക് എൻജോയബിൾ എന്ന് തോന്നുന്ന ഒരു സാധനമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സാറ് മുന്നേ കുറേ ആഡ് ഫിലിംസ് ആണ് കൂടുതൽ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ആഡ് ഫിലിമിലും മൂവി ഡയറക്ഷനിലും മൂവിയിലും ഏറ്റവും കാണുന്ന ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു? മൂവി എന്ന് പറയുമ്പോൾ നമുക്കൊരു 2 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു ജനറേഷൻ്റെയോ 2 ജനറേഷൻ്റെയോ 3 ജനറേഷൻ്റെയോ ഒക്കെ കഥ പറയാം. അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. നേരെ മറിച്ച് ഒരു ആഡ് ഫിലിം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമത്തിൽ 59 സെക്കൻഡ്സിലാണ് കട്ട് ചെയ്യുന്ന ഒരു തിയേറ്റർ ആഡ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വളരെ ക്രിസ്പ് ആയിട്ട് കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു എലമെന്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ലിബറലായിട്ട് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടി ആ ഒരു കോമഡിയുടെ ഫീലും സാധനങ്ങളും ഒക്കെ കിട്ടുന്ന രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് സിനിമയ്ക്കകത്തുള്ളൊരു ഗുണം. കാരണം സിനിമ ഒരു എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് മീഡിയമാണല്ലോ. പാട്ടാവാം, ഫൈറ്റ് ആവാം, കോമഡി ആവാം, സിറ്റുവേഷൻസ് ആവാം, സെൻറ്റിമെൻറ്റ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ സാറിന് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നിയത് എഴുത്താണോ അതോ ഡയറക്ഷനാണോ? രണ്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്കാണ്. പക്ഷെ എനിക്ക് എഴുത്തിൻ്റെ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ കൂടി വിഷ്വൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആസ് എ ഡയറക്ടർ ഒരിക്കലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച 100% ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു മൂവി എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഡയറക്ടർ തീർന്നു. അത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന ഒരു സ്ഥലം ഇതിപ്പോൾ നിങ്ങളൊരു പ്രീ ടെക്സ്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലൊക്കേഷനിലല്ലായിരിക്കും ചിലപ്പോൾ ഇപ്പം നമ്മളിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്താ പറയുക നമ്മുടെ ലിമിറ്റേഷൻ അകത്ത് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. എഴുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് എത്രത്തോളം ക്രിയാത്മകമായിട്ട് എഴുതാൻ പറ്റുമോ. നല്ല സ്ക്രിപ്റ്റ് കിട്ടുമ്പോഴാണ് എല്ലാ ആർട്ടിസ്റ്റുകളും തയ്യാറാവുന്നത്. പിന്നെ അത് എടുക്കുന്നതിനകത്ത് നമുക്ക് പലപ്പോഴും ലിമിറ്റേഷൻ വരുന്നത് നമ്മുടെ സ്പേസിനനുസരിച്ചൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാരത്തെ വിഷ്വൽസ് ഒന്നും ചിലപ്പോൾ നമുക്ക് എടുക്കാൻ ഇപ്പോൾ ഡേ ലൈറ്റ് പോയി, സൺലൈറ്റ് പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസത്തേക്ക് നോക്കിയിരിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. കാരണം എല്ലാ ആർട്ടിസ്റ്റും ബിസി ആയി. ഇപ്പോൾ ഈ സിനിമയ്ക്കകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും പിന്നെ കഴിഞ്ഞ വർഷം 220 സിനിമ വന്നു. ഓൾമോസ്റ്റ് ഇതിനകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള സിനിമയ്ക്കകത്ത് പകുതിയിലേറെ സിനിമകളിലുള്ളതാണ്. അപ്പോൾ 24/7 എന്ന് പറഞ്ഞ മാതിരി ഓടുന്ന ആൾക്കാരെ വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആസ് എ ഡയറക്ടർ എൻ്റെ മാത്രം എക്സ്പീരിയൻസ് അല്ല, എല്ലാ ഡയറക്ടേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇത്. വലിയ ഹൈ എൻഡ് മൂവീസ് ചെയ്യുന്ന ഡയറക്ടേഴ്സിന് പോലും 100% അവരുദ്ദേശിക്കുന്ന വിഷ്വൽസ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുമായിരിക്കും ഇത് കാര്യങ്ങൾ. എന്നിരുന്നാലും ഹാപ്പി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ എഴുതുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന സാധനം തന്നെയാണ് നമ്മൾ വിഷ്വൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ പോലും നമ്മളുടെ ഓർമ്മയിലുണ്ട് ഇതിങ്ങനെ ആവണം, ഇവരിങ്ങനെയായിരിക്കും ചെയ്യുക, അയാൾ അങ്ങനെ പറയുമ്പോഴേക്കും മറ്റൊന്ന് ചാടി വീഴണം എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഡയറക്റ്റ് ചെയ്യാൻ ഈസിയാണ് നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ. അപ്പോൾ ഈ മൂവിയുടെ ട്രെയിലർ കുറച്ച് മുന്നെയാണല്ലോ ഇറങ്ങിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് എടുത്തത് മൂവി റിലീസ് ആവാൻ വേണ്ടി? അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചൊരു ബിസി ആയിപ്പോയി. അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഒരു ഡിലേ വന്നു. അതിനുശേഷം ഞാൻ പിന്നെ എനിക്ക് 2-3 ആഡ് ഫിലിംസിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ജോയിൻ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് എത്തുന്നത്. അങ്ങനെയുള്ള കാര്യം. പിന്നെ പ്രൊഡ്യൂസറും ഇപ്പോൾ എൻ്റെ ഒരു തിരക്ക് കാരണം അദ്ദേഹവും എൻ്റെ വേറെ സിനിമയിലേക്ക് പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയ ഡിലേ വന്നത്. പക്ഷെ ഇതൊരു എവർഗ്രീൻ സാറിനാണ്. എപ്പോൾ കൊണ്ടുവച്ചാലും നമ്മുടെ പ്രോഡക്റ്റ് റെഡിയാണ്. ഏത് ജനറേഷൻ കണ്ടാലും മഴയ്ക്കൊരു ഫീലില്ലേ, സ്നേഹത്തിനൊരു ഫീൽ ഉണ്ടല്ലോ, റൊമാൻസിനൊരു ഫീലാണ്. അതേമാതിരി തന്നെ ഇത് നമുക്ക് ഏത് സമയത്തേക്കും ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, മൂവിയാണ്. ഇപ്പോൾ ചിലവരൊക്കെ കാസ്റ്റ് ചെയ്തത് ഓഡീഷൻ വഴി, കാസ്റ്റിംഗ് കോൾ വഴിയാന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അവരെങ്ങനെ ഈ ക്യാരക്ടറിന് ആപ്റ്റ് ആവുമെന്ന് തോന്നിയത് എങ്ങനെയാണ്? അത് നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ ആൾക്കാർ, ഇപ്പോൾ ഹീറോയിൻ,
അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഈ ട്യൂട്ടോറിയൽ കോളേജിലെ കുട്ടികൾ, ഇവരെല്ലാം തന്നെ ഓഡീഷനിലൂടെ വന്നതാണ്. നല്ല രീതിയിൽ ടാലൻ്റ് ഉള്ള ആൾക്കാർ. ഏകദേശം എനിക്ക് തോന്നുന്നു ഞാനൊരു പ്രാവശ്യം വന്നിട്ട് ഞാൻ ബുദ്ധിമുട്ടിപ്പോയി. 7000-ന് മുകളിൽ എൻട്രി ഉണ്ട്. ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞു എനിക്കിത് മുഴുവൻ നോക്കാൻ പറ്റില്ല, നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് തരുമായിരുന്നു. എന്നിട്ട് പുള്ളി വേറൊരു ഏജൻസിയും കൂടെ വെച്ച് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തതിൻ്റെ അകത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ എടുത്തിട്ടുള്ളത്. അവരൊക്കെ തന്നെ എനിക്കൊരു കാര്യം ഗ്യാരണ്ടി തരാൻ പറ്റും, നാളെ മലയാള സിനിമയ്ക്ക് ഫ്യൂച്ചറിൽ നല്ല ആർട്ടിസ്റ്റായിട്ട് വരുന്ന കുട്ടികളാണ് വന്നിട്ടുള്ളത്. എല്ലാവരും തന്നെ അങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ പാട്ടുകളൊക്കെ കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും, അവരുടെ ഒരു പെർഫോമൻസ് മൂഡും കാര്യങ്ങളും അവരുടെ ഒരു ടാലൻറ്റും ഒക്കെ. പിന്നെ പുതിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറേ കൂടി എന്താ പറയുക, ഇതിനോട് സിൻസിയറാണ്. അവർ അതിൽ തന്നെ പഠിക്കുന്ന ആൾക്കാരൊക്കെയാണ്, കോഴ്സ് കഴിഞ്ഞവരുണ്ട്. അപ്പോൾ അവർ ഇതിനു വേണ്ടി തന്നെ അവിടെ നമ്മുടെ കൂടെ 10-25 ദിവസം നിന്ന് ഇതിൻ്റെ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത് അങ്ങനെ അവരതിന് തയ്യാറെടുത്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? സിനിമ സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച ഓണം റിലീസായിട്ട് എത്തുകയാണ്. അപ്പോൾ തിരുവോണത്തിന് നമ്മൾ പ്രതിഭ ടീം മലയാളികൾക്ക് വേണ്ടിയിട്ടൊരു ഓണവിരുന്ന് ഒരുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രതിഭയോടൊപ്പം ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമായിട്ട് ഞാൻ ആശംസിക്കുന്നു. ഇനിയും സാറ് നല്ല നല്ല ഒരുപാട് സിനിമ മലയാള സിനിമയിലോട്ട് കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ശരി.